ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് അത് കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണെന്ന് ആന്റോ ആന്റണി എംപിയുടെ വെളിപ്പെടുത്തൽ ഇതാ വരുന്നു. കർണാടകയിൽ നിന്നുള്ള നേതാക്കളാണ് കയറ്റിയത്. SIT കണ്ടെത്തിയിട്ടുണ്ടെന്നും ആന്റോ ആന്റണി എംപി അവകാശപ്പെടുന്നു. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആന്റോ ആന്റണിയുടെ പ്രതികരണം ഒന്ന് കാണാം. 12 വർഷങ്ങൾക്കപ്പുറത്തെ ആ ഫോട്ടോ അത് ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണം പൊളിഞ്ഞതോടെയാണ് അടുത്ത ആരോപണത്തിലേക്ക് കടന്നത്. കർണാടകത്തിൽ നിന്നുള്ള നേതാക്കളാണ് അന്ന് പോറ്റിക്ക് ജൻപതിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് എന്നുള്ളത് SIT അന്വേഷണത്തിൽ കണ്ടെത്തുകയും തീർച്ചയായും SIT അന്വേഷണത്തിൽ കർണാടകത്തിൽ നിന്നുള്ള നേതാക്കളാണ് സോണിയാഗാന്ധിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത് എന്ന അവകാശവാദമാണ് ഇപ്പോൾ ആന്റോ ആന്റണി മുമ്പോട്ട് വെക്കുന്ന. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, ഈ തന്ത്രി ഇടപാട് നടത്തിയ അതേ സ്ഥാപനം എന്ന് ED അന്വേഷിച്ച അതേ സ്ഥാപനവുമായി സാമ്പത്തിക ഇടപാട് നടത്തി കൂടുതൽ സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് എത്തിയ ആന്റോ ആന്റണിയുടെ ഫേസ്ബുക്ക് വീഡിയോ ആണിത്. എന്തോ ആന്റണി പറയുന്നത്? അജിംഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIT കണ്ടെത്തിയിരിക്കുന്നു. എവിടെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് കർണാടകത്തിലെ നേതാക്കളെന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. SIT അങ്ങനെ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ SITയുടെ ഭാഗത്തു നിന്ന് ഒരു വാർത്ത വന്നിട്ടില്ല. കോടതിയിൽ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ നമുക്കാർക്കും തന്നെ വ്യക്തമല്ല. പക്ഷേ ആന്റോ ആന്റണി വ്യക്തമായി പറയുവാണ് SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താ കോൺഗ്രസ് നേതാക്കളെ കർണാടകത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് കയറ്റിയെന്ന്. അതീവ സുരക്ഷാ മേഖലയാണ്. അന്ന് ആന്റോ ആന്റണി പറയുന്ന കാലഘട്ടമാണെങ്കിൽ UPA ചെയർപേഴ്സണാണ് സോണിയാഗാന്ധി. മോസ്റ്റ് പവർഫുൾ പൊളിറ്റിക്കൽ ലീഡർ ഇൻ സ്റ്റേറ്റാണ് സോണിയാഗാന്ധി. ആ ഘട്ടത്തിൽ അത്രയും ഏറ്റവും ശക്തമായി നമുക്കറിയാം, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം നയിച്ചു വരുന്ന വ്യക്തി സോണിയാഗാന്ധിയാണ്. ആ സോണിയാഗാന്ധിയുടെ വസതിയിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പല തരത്തിൽ നമുക്ക് വാർത്തകൾ വന്നിരുന്നെങ്കിൽ പോലും ഇത് മുതിർന്ന കോൺഗ്രസ് നേതാവും ഒരു വേള KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച ആന്റോ ആന്റണി MP പറയുന്നത് അത് SIT കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് MP പറയുന്നത്. SIT കണ്ടെത്തിയ കാര്യമായി MP പറയുന്നത് അത് കർണാടകത്തിലുള്ള നേതാക്കന്മാരാണ് അപ്പോയിൻമെന്റ് സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ MP ആണ് മറുപടി പറയേണ്ടത്. ആന്റോ ആന്റണിക്ക് എവിടുന്ന് വിവരം ലഭിച്ചു SIT അങ്ങനെ കണ്ടെത്തൽ നടത്തിയെന്ന്? ഇനി SIT അങ്ങനെ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ SITയുടെ അന്വേഷണ പരിധിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയതും ഉൾപ്പെടുമോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ആന്റോ ആന്റണി പറഞ്ഞത് ശരിയാണെങ്കിൽ SIT അത്തരത്തിൽ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ സ്വർണ്ണ മോഷണ കേസിൽ കോൺഗ്രസ് നേതാക്കന്മാർ ആകെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആന്റോ ആന്റണിയും. ഇനി സുജു ടി ബാബു, ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം അതിലും സ്വർണ്ണമോഷണവുമായി ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധം സംശയിക്കാവുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. കാരണം ED കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്ത്രി പണമിടപാട് നടത്തി എന്ന് സംശയിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പൊട്ടിപ്പോയ ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് നൽകിയെന്ന്. അതിൽ പിന്നീട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന വേളയിൽ ആന്റോ ആന്റണി എത്ര രൂപയാണ് കൈമാറിയെന്നൊന്നും പറയാതെ തെരഞ്ഞെടുപ്പിന് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരത്തിൽ നിൽ എന്നാണ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച പണത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആന്റോ ആന്റണി പെട്ടിരിക്കുകയാണ്. അതേ സംബന്ധിച്ച് ആ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുതിയ വീഡിയോയിലുണ്ടോ സുജു? അജിംഷദ്, ആ വീഡിയോയിലേക്ക് എത്താം, ആ ഭാഗത്തേക്ക് എത്താം. അത് വിശദീകരിക്കാൻ വേണ്ടി നടത്തിയ ഈ വാർത്ത അല്ലെങ്കിൽ വീഡിയോയിൽ പുറത്ത് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച വീഡിയോയിലാണ് ആന്റോ ആന്റണി സ്വയം കുരുക്കുമുറുക്കുന്നത്. അതായത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ഗോവർദ്ധനും, അതായത് സ്വർണം മോഷ്ടിച്ചവനും സ്വർണം മോഷണം മുതൽ മേടിച്ച ഗോവർദ്ധനും എത്തിയതിനെപ്പറ്റി SITയുടെ അന്വേഷണ പരിധിയിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. എന്നാൽ ആന്റോ ആന്റണി പറഞ്ഞു SIT അത് അന്വേഷിക്കുകയും കയറ്റിയത് അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തത് ഈ കർണാടകത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണെന്ന് കണ്ടെത്തിയെന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. ആന്റോ ആന്റണി അതിൽ തന്നെ വ്യക്തമായ കല്ലുകടികളുണ്ട്. അത് ശരിയാണ് സുജു. തീർച്ചയായും. കാരണം ആന്റോ ആന്റണി സ്വയം രക്ഷപ്പെടാൻ വേണ്ടി 12 വർഷം മുമ്പുള്ള ഫോട്ടോ ചൂണ്ടിക്കാട്ടിയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അത് പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് ആന്റോ ആന്റണി പറഞ്ഞത്. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം പൊളിഞ്ഞത് SIT കണ്ടെത്തിയെന്ന് ആന്റോ ആന്റണി. എങ്ങനെ കണ്ടെത്തി, എന്ത് കണ്ടെത്തി? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കർണാടകത്തിലുള്ള നേതാക്കന്മാരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് അപ്പോയിൻമെന്റ് എടുത്ത് കൊടുത്തതെന്ന് SIT കണ്ടെത്തിയോടെ തനിക്കെതിരായ ആരോപണം പൊളിഞ്ഞു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ കാര്യത്തിൽ ആന്റോ ആന്റണി സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആന്റോ ആന്റണി കോൺഗ്രസിനെ തന്നെ കുരുക്കിലാക്കുകയാണ്. കാരണം
ഈ ആൻഡോ തന്നെ പറയുന്ന വാക്കുകൾ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പോയത് പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യമാണെന്ന് ആൻഡോ തന്നെ സമ്മതിക്കുവാണ്. കാരണം ആൻഡോയ്ക്കെതിരായ ആരോപണം പൊളിഞ്ഞുവെന്ന് ആൻഡോ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ആൻഡോ ആന്റണി മറുപടി പറയണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനെയും സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തത് ഏതെങ്കിലും തരത്തിൽ ഗൗരവമുള്ള വിഷയമാണോ? അതുകൊണ്ടല്ല SITയുടെ കണ്ടെത്തലുണ്ടെന്നാണ് ആൻഡോ ആന്റണി പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യം വരികയാണ്, SIT അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം എങ്ങനെ ആൻഡോ ആന്റണിക്ക് ലഭിച്ചു? രണ്ടാമത്തെ കാര്യം, SITയുടെ അന്വേഷണ പരിധിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയതും അന്വേഷണ പരിധിയിൽപ്പെടുന്ന വിഷയമാണോ? അന്വേഷണ പരിധിയിൽപ്പെടുന്ന വിഷയമായതുകൊണ്ടാണോ SIT ഇത് അന്വേഷിച്ച് കണ്ടെത്തിയത്? ഈ കാര്യം വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ആൻഡോ ആന്റണിക്ക് വന്നിരിക്കുകയാണ്. ഇനി അജിംഷാദ് ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ വരാം. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഈ വീഡിയോ വിശദീകരിക്കാൻ നോക്കാം. ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങൾക്ക് വേറെ പണിയില്ലേ ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ താനെല്ലാം പറഞ്ഞത് കഴിഞ്ഞതാണെന്നാണ് പറഞ്ഞ് ഒളിച്ചോടിയ നേതാവ് ഇന്ന് നൽകുന്ന വിശദീകരണത്തിൻ്റെ ഏറ്റവും കൗതുകം ഫേസ്ബുക്കിലെ കമൻറ്റ് ഓഫ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ തന്നെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. കമൻറ്റിലെ പോലും പത്തനംതിട്ട MP